കോഴിക്കോട് താമരശ്ശേരിയിൽ വീട്ടിൽ കയറി ആക്രമണം. പരപ്പൻപൊയിൽ സ്വദേശി നൌഷാദിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 6 പേർക്ക് പരിക്കേറ്റു. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സിനോജ്, എന്താണ് ഉണ്ടായത്? അക്രമത്തിലുണ്ടായ സാഹചര്യം എന്താണ്? ആര്യ, രാത്രിയോടുകൂടിയായിരുന്നു ആക്രമണം. നൌഷാദിന്റെ ഭാര്യ, മാതാപിതാക്കൾ ഉൾപ്പെടെ 6 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9-ഓടുകൂടി നൌഷാദ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. നൌഷാദ് ഓട്ടോറിക്ഷ ഓടിച്ച് പോകുന്ന വഴിക്ക് മുൻപിൽ പോയ വാഹനത്തിന് സൈഡ് ലഭിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ ഹോൺ മുഴക്കി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം പരപ്പൻപൊയിൽ അങ്ങാടിയിൽ വെച്ച് നടക്കുകയും അതിനുശേഷം അന്ന് രാത്രി തന്നെ 10 മണിക്ക് നൌഷാദിന് വീട്ടിലെത്തി ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ നൌഷാദിനെ മർദ്ദിക്കുകയും ചെയ്തു. പരിക്കുപറ്റ നൌഷാദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഇന്നലെ ഡിസ്ചാർജായി വീട്ടിൽ വരികയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ഇതേ അക്രമി സംഘം തന്നെ വീടിന്റെ മുൻപിലൂടെ ഭീഷണി മുഴക്കി പോയിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ കയറി ആക്രമണം നടത്തുകയും ചെയ്തു. ഇതോടുകൂടി നൌഷാദ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പരാതി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2 പോലീസുകാർ ഈ വീടിന്റെ പരിസരത്ത് സുരക്ഷയ്ക്ക് വേണ്ടി കാവലുണ്ടായിരുന്നു. പോലീസുകാർ ഉള്ള സമയത്താണ് രാത്രി വീണ്ടും അക്രമി സംഘം എത്തുകയും നൌഷാദിന്റെ വീട് ആക്രമിക്കുകയും നൌഷാദിനെയും ഭാര്യയെയും മാതാപിതാക്കളെയും നൌഷാദിന്റെ 2 ബന്ധുക്കളെയും ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. വീടിന്റെ ജനൽ ചില്ലുകളൊക്കെ തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട്. നൌഷാദിന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയും തകർത്തിട്ടുണ്ട്. താമരശ്ശേരി ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. ആര്യ. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.